ഹലോ ഗൈസ്, എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ ഇൻട്രോ പറഞ്ഞതെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ ഈ ഫിഷസ് കുഡ് കില്ല് എഴുതി കാണിച്ചതിന് ശേഷമാണ് ഇൻട്രോ പറയാറ്. ബട്ട് ഈ ഒരു എപ്പിസോഡിൽ അവസാനമാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ഗിരുക എന്ന് പറയുന്ന ആപ്പിൽ എങ്ങനെ കേഴ്സുകൾ കയറി പറ്റി, അതായത് ആത്മാക്കൾ കയറി പറ്റി, എങ്ങനെ ഈ ശപിക്കപ്പെട്ട ആപ്പ് ഉണ്ടായി, ഇതിനെ കുറിച്ചൊക്കെയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത്. അതായത് ഇതൊക്കെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളാണ്. കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞത്. സോ അധികം വൈകിപ്പിക്കാതെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് അടക്കാം. ഈ ഫിഷസ് കുഡ് കിൽ എപ്പിസോഡ് 5. ഈ ഒരു എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, 4ാമത്തെ എപ്പിസോഡില് നമ്മുടെ കൻഹയും ടീമൊക്കെ പോയ ആ സ്ഥലത്തോട്ട് വേറെ ഏതോ ഒരു പെണ്ണ് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, കൻഹ ആൻഡ് ടീം ഫ്യൂച്ചറിലാണ് പോയത്. ഇനിയിപ്പോ നടക്കാൻ പോകുന്നത് പാസ്റ്റിലുള്ള കാര്യങ്ങളാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു കണ്ണ് മാത്രം ചോപ്പിച്ച് നിൽക്കുന്ന ഈ പെണ്ണിന്റെ പേരാണ് ക്യോൻസി. മാത്രമല്ല, ഇവള് കാണാൻ പോകുന്ന സ്ത്രീ ആവട്ടെ ഇവളുടെ ഫ്രണ്ടിന്റെ അമ്മയാണ്. ഇവളാവട്ടെ അകത്തേക്ക് കയറിയിട്ട് ഒരു സ്ഥലത്തോട്ട് തന്നെ നോക്കിയിരിക്കുകയാണ്. സംഭവം ആ സ്ത്രീയെ കാത്തിരിക്കുകയാണ്. ഈ സമയം ആ സ്ത്രീ 2 ബിയർ ബോട്ടിലൊക്കെ എടുത്ത് താഴോട്ട് ചില്ലായി ഇറങ്ങിയിരുന്നു. എന്നിട്ട് വന്ന പാടെ അവളോട് ബാഗ് മാറ്റി ചാരി ഇരിക്കാൻ വേണ്ടി പറയുന്നു. സംഭവം ഇവളിവിടേക്ക് വന്നത് അവളുടെ ഒരു കണ്ണ് മാത്രം ചോന്നിരിക്കുകയാണ്. ആ കണ്ണിന്റെ ചുവപ്പ് മാറ്റാനായാണ് ഇവൾ ഇവിടേക്ക് വന്നത്. നിന്റെ കണ്ണിന് എന്നാണെന്ന് വെച്ചാൽ ഒരു ശപിക്കപ്പെട്ട പിളർപ്പാണ്, വിച്ച് മീൻസ് ചെങ്കണ്ണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പേടിക്കണ്ട, അതിനും നോമിന്റെ അടുത്ത് വഴിയുണ്ട്. എന്നിട്ടാവട്ടെ കുറച്ച് പയറുമണികൾ ഒരു കിഴിയാക്കി കണ്ണിന്റെ അവിടേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് അവളുടെ വായിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വായിൽ നിന്ന് ആ വെള്ളം കളയാനും പറയുന്നുണ്ട്. എന്നിട്ട് നേരെ ആ കിഴി എടുത്തിട്ട് ഒരു വെള്ളത്തിലോട്ട് ഇട്ടതിന് ശേഷം അതൊരു മീനിന്റെ ചിത്രമുള്ള ടവൽ ഉപയോഗിച്ച് പൊതിയുന്നു. എന്നിട്ട് ആ മീനിന്റെ കണ്ണിലോട്ട് നോക്കി തന്നെ ഒരു ആണി തറക്കുന്നു. അപ്പോൾ അവളുടെ കണ്ണിലെ ചുവപ്പ് പെട്ടെന്ന് അങ്ങ് മാറി. ഈ കാര്യം കണ്ടിട്ട് അവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അവളാവട്ടെ ഇത് ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കാട്ടി നല്ലതാണെന്ന് വിചാരിക്കും. കാര്യം ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പതിയെ മാറത്തുള്ളൂ. ഇത് ഒറ്റടിക്കല്ലേ മാറിയത്? നീ ഡോക്ടറുമായാണ് എന്നെ കമ്പയർ ചെയ്യുന്നത്? ഞാൻ ഡോക്ടറുമായി വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആളാണ്. അപ്പൊ അവളാവട്ടെ അതെങ്ങനെയെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഏതൊരാൾക്ക് വേണമെങ്കിൽ ഡോക്ടർ ആവും, അത് നല്ലോണം പഠിച്ചാൽ മാത്രം മതി. എന്നാൽ ഞങ്ങളെ പോലുള്ളവർക്ക് ഇതൊരു സമ്മാനമായി കിട്ടുന്ന പവറാണ്. അതും വെറുതെ സമ്മാനം കിട്ടുന്നതല്ല, ജന്മനാ കിട്ടുന്ന ഒരു സമ്മാനമാണ്. ഈ സമയമാണ് അവളുടെ ഫോണിലോട്ടൊരു കോള് വരുന്നത്. അത് വേറെ ആരുമല്ല, അവളുടെ ഫ്രണ്ട്, അതായത് ഫ്രണ്ട് ഇരിക്കുന്ന സ്ത്രീയുടെ മകൾ. ഈ സമയം ഫ്രണ്ടിലുള്ള സ്ത്രീ പറയാൻ തുടങ്ങി, വിളിക്കുന്നില്ലേ, നീ പോയിക്കോളൂ, അവിടത്തേക്ക് തന്നെ പോ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ അവിടത്തേക്ക് തന്നെ. അതായത് അവളുടെ മകള് വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി പോയതാണ്. എന്നിട്ട് ക്യോൻസി ആവട്ടെ ഈ ചെയ്യുന്നതിന് നന്ദി പറ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുൻപായി ബാക്കിൽ നിന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് അവളോട് നല്ലോണം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയാനായി. പിന്നെ സീനട്ടായി കാണിക്കുന്നത് കുറെ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുന്ന ആരും ഉപയോഗിക്കാത്ത ഒരു വെയർ ഹൗസ് ആണ്. ആ ഭാഗത്തോട്ടാണ് നമ്മുടെ ക്യോൻസി പോകുന്നത്. എന്നിട്ട് മുകൾ ഭാഗത്തിൽ ഒരു ഡോറ് തുറന്ന് ഉള്ളിലോട്ട് കയറുന്നു. അപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്, ഉൾഭാഗത്തായിട്ട് തട്ടിക്കൂട്ടിയൊരു റൂം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നാലും ഉള്ള റൂം നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ലീപ്പിംഗ് ബാഗിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇവളുടെ പേരാണ് ദോ ഹെയറോഗി. ഈ ഒരു പേര് നിങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ക്യോൻസി വന്ന പാട് ചോദിക്കുകയാണ്, നീ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്ന്. അപ്പോൾ ദോഹയാവട്ടെ, അതെ തണുപ്പല്ലേ, നിനക്ക് തണുക്കുന്നൊന്നും ഇല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ക്യോൻസി പറയാൻ തുടങ്ങി, നിനക്ക് വീട്ടിൽ പോയി കിടന്നൂടെ, പുറത്ത് നല്ല മഞ്ഞാണ്, ഇവിടെ കിടക്കുന്നതിനായിട്ട് നല്ലത് നിനക്ക് വീട്ടിൽ പോയി കിടക്കുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ ദോഹയാവട്ടെ, ഈ മാർച്ച് മാസത്തിൽ മഞ്ഞോ? എന്നിട്ട് എഴുന്നേറ്റ് ആ മഞ്ഞ് വീഴുന്നത് നോക്കി നിൽക്കുകയാണ്. ഈ സമയം ക്യോൻസി വന്ന് ചോദിക്കുന്നു, നിങ്ങളുടെ കോഡിംഗ് ക്ലബിലോട്ട് ഞാനും ചേർന്നോട്ടെ എന്ന്. അപ്പൊ അവളാവട്ടെ ഒരുമാതിരി ഒരു നോട്ടം നോക്കി മുണ്ടാതെ അവിടെ നിൽക്കുകയാണ്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത്, ഇവർ രണ്ടുപേരും സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഓടി പോവുകയാണ്. കാര്യം കറക്റ്റ് സ്കൂളിലോട്ട് എത്തണമെങ്കിൽ ഒരു ബസ് ഉണ്ട്. ആ ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് സ്കൂളിലോട്ട് എത്തത്തുള്ളൂ. ഈ സമയം ക്യോൻസി ആവട്ടെ ദൂരെ നിന്നൊരു ചെറുക്കനെ കണ്ടിട്ട് സ്റ്റോപ്പ് ആവുന്നവിടെ. ഈ സമയം ദോഹൈ വരുന്ന സമയത്ത് ക്യോൻസി മാറ്റി നിർത്തുന്നു അവിടെ നിന്ന്. എടി പൊട്ടി, നിനക്കെന്താ പറ്റിയത് എന്ന് ദോഹൈ ചോദിക്കുന്നു. ക്യോൻസി പറയാൻ തുടങ്ങി, നമുക്ക് ഇന്ന് അല്ലെങ്കിൽ നേരെ വൈകി പോവാ എന്ന് പറയുന്നു. ദോഹൈ ആവട്ടെ നിനക്കെന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി പോവാൻ നിൽക്കുന്ന സമയത്ത് ബസ് ആവട്ടെ വരുന്നുണ്ട്. ആ സമയം ആ ബസ്സിലോട്ട് ആ ചെറുക്കൻ കയറുന്നുണ്ട്. അപ്പോൾ തന്നെ ദോഹയ്ക്കാവട്ടെ കാര്യം മനസ്സിലാവുന്നു. കാര്യം നമ്മുടെ ക്യോൻസിക്കാവട്ടെ ആ ചെറുക്കനെ ഭയങ്കര ഇഷ്ടമാണ്. ബട്ട് അവന്റെ ഫ്രണ്ടിലോട്ട് പോകാൻ വരെ പേടിയാണ് ഇവക്ക്. നമ്മുടെ ദോഹൈ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ക്യോൻസി പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും ഇല്ല എന്ന്. ഞാൻ അവനോട് പറയണോ? ഹേയ് ഇല്ല, അവനോട് ഒരിക്കലും പറയരുത് എന്ന് പറയുന്നു. ആ ബസ്സിൽ കയറി പോയ ചെക്കന്റെ പേരാണ് ഗീറ്റി. നമ്മുടെ ക്യോൻസി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഗീറ്റുമായി അടുപ്പത്തിലാണോ എന്ന്, വിച്ച് മീൻസ് ഫ്രണ്ട്സ് ആണോ എന്ന്. അപ്പൊ ദോഹയാവട്ടെ അതെ എന്ന് പറയുന്നു. നിനക്ക് ഓർമ്മയില്ലേ, അവൻ ഞങ്ങളുടെ ക്ലബിൽ ചേർന്നതല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാലേ, നിനക്ക് അവന് ഇഷ്ടമാണില്ലേ? ആ ശരി, ഞാനിത് രഹസ്യമായി വെച്ചോളൂ എന്ന് പറഞ്ഞ് നമ്മുടെ ദോഹയാവട്ടെ ഫ്രണ്ടിലോട്ട് നടന്നു പോകുന്നു. അപ്പോൾ ക്യോൻസി ആയിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്,
നീ എന്താണ് ഉദ്ദേശിച്ചത് എന്ന്. അപ്പൊ ദോഹയാവട്ടെ പറയുന്നുണ്ട്, നീ എന്റെ രഹസ്യം എത്രത്തോളം ഒളിപ്പിച്ച് വെക്കുന്ന അത്രത്തോളം കാലം ഞാൻ നിന്റെയും രഹസ്യം ഒളിപ്പിച്ച് വെക്കാം എന്ന് പറയുന്നു. ഈ രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഭ്രാന്തമായ സ്ത്രീയുടെ മകളാണെന്ന് സ്കൂളിൽ ആർക്കും പറയരുത് എന്നാണ്. അങ്ങനെ അവർ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തിരിക്കുന്ന സമയത്താവട്ടെ നമ്മുടെ ദോഹയ്ക്കാവട്ടെ ക്യോൻസിയുടെ മീത്തൊരു മണം മണക്കുന്നു. അതായത് ഒരു ചെന്നനത്തിരിയുടെ മണം. അപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്റെ വീട്ടിലോട്ട് പോയത് എന്ന്. കാര്യം അവൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇവളിപ്പോൾ ചെയ്തത്. അപ്പൊ നമ്മുടെ ക്യോൻസാവട്ടെ വളരെ പാവമായിട്ട് പറയുന്നുണ്ട്, അത് പിന്നെ ഞാൻ അതിൽ കൂടെ പോകുന്ന സമയത്ത് നിന്റെ അമ്മയാവട്ടെ എന്റെ കണ്ണ് ശരിയാക്കി തരാം എന്ന് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത് എന്ന് പറയുന്നു. അപ്പൊ ദോഹയാവട്ടെ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ ഒരു കാര്യത്തിനും പോയരുത് എന്ന്, എന്തുകൊണ്ട് നീ അത് കേട്ടില്ല? അപ്പൊ ക്യോൻസാവട്ടെ സോറി എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അവിടെ പോയ സമയത്ത് എന്റെ കണ്ണാവട്ടെ മുഴുവനായി ശരിയാക്കി തന്നു, എനിക്കിപ്പോ അവിടെ ഒരു ചുവപ്പ് കളർ പോലും കാണാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. ദോഹയാവട്ടെ ഇതൊക്കെ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്നതാണ് എന്ന് പറയുന്നു. അപ്പൊ ക്യോൻസാവട്ടെ നീ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ട് സംഭവിച്ചതല്ലേ എന്ന് പറയുന്നു. അപ്പൊ ദോഹയാവട്ടെ, ഏയ് നീ എന്നെ കുറ്റപ്പെടുത്തുകയാണോ? ഞാനില്ലേ നിനക്ക് ഒറ്റക്ക് പോകാൻ അറിയില്ലേ? ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല നീ എന്റെ കൂടെ വരണം, നിനക്ക് ആണെങ്കിൽ ഒറ്റക്ക് പോയിക്കൂടെ? ഓക്കെ, ഇനി മുതൽ നിന്റെ അമ്മയെ ഞാൻ അവഗണിക്കാം, അവരെന്ത് പറഞ്ഞാലും ശരി. ഓക്കെ, ഞാൻ ഇത്രയും ചെയ്തതിന് ക്ഷമ ചോദിക്കുന്നു. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ഇവര് സ്കൂളിലെത്തി ക്ലാസ്സിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ്. അതേസമയം തന്നെ ബാക്കിൽ നിന്ന് ദോഹയുടെ ഫ്രണ്ട് വിളിച്ച് ഓടി വരുന്നുണ്ട്. ഈ ഒരു ഫേസ് നിങ്ങൾ മുമ്പ് കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടാവും, അതായത് നമ്മുടെ ഞാറയുടെ ഫ്രണ്ട്. അങ്ങനെ അവളാവട്ടെ നേരെ വന്നിട്ട് ദോഹയുടെ കൂടെയാണ് സംസാരിക്കുന്നത്. എടുത്തു നിൽക്കുന്ന ക്യോൻസി ആവട്ടെ ഹായ് ഒക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ അവളെ മെയിൻഡ് ആക്കുന്ന പോലില്ല. കാര്യം അവളത്ര പാവായത് കൊണ്ട് തന്നെ അവിടുത്തെ അധികാരം സംസാരിക്കാറില്ല. നമ്മുടെ ദോഹയുടെ ഫ്രണ്ട് വന്ന് ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നീ ആപ്പ് ഉണ്ടാക്കുന്ന മത്സരത്തിൽ ചേരാൻ തീരുമാനിച്ചോ എന്നാണ്. അപ്പൊ ദോഹയാവട്ടെ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം എന്ന് പറയുന്നു. ഇതേ സമയം ദോഹയുടെ ഫ്രണ്ട് ആവട്ടെ നമ്മുടെ ക്യോൻസി അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഞങ്ങളെ ക്ലബിലോട്ട് ചേരാത്തത്? കാര്യം നീ എപ്പോഴും ദോഹയുടെ പുറകെയല്ലേ? അപ്പൊ ക്യോൻസി ചോദിക്കുന്നു, ഓ എനിക്കും ചേരാൻ പറ്റുമോ എന്ന്. അപ്പൊ ദോഹയാവട്ടെ അവൾക്ക് അങ്ങനത്തെ ഉപകരണം ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല എന്ന് പറയുന്നു. ആ സമയം ദോഹയുടെ ഫ്രണ്ട് ആവട്ടെ നിനക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളെ കളിയാക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ച് സ്കൂളിന്റെ ഉള്ളിലോട്ട് കിടക്കുന്ന സമയത്താണ് നമ്മുടെ ക്യോൻസി ക്രഷുള്ള ചെക്കന് വരുന്നത്. അവന്റെ അടുത്തുള്ള ആ ചെക്കന് നിനക്ക് ഓർമ്മയുണ്ടാവും. ആ ക്രഷുള്ള ആ ചെക്കനെ കണ്ടപ്പോ തന്നെ നമ്മുടെ ക്യോൻസിക്ക് ആവട്ടെ എന്തോ പോലെ ആവുന്നുണ്ട്. ആ കാര്യമായിട്ട് എടുത്തു നിൽക്കുന്ന ഫ്രണ്ടും കാണുന്നുണ്ട്. എന്നിട്ട് ദോഹയും ദോഹയുടെ ഫ്രണ്ട് ആവട്ടെ അവരുടെ ഫ്രണ്ട്സ് ആയിട്ട് പോവുകയാണ്. നമ്മുടെ ക്യോൻസി അവിടെ ഒറ്റക്കാവുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം കടന്നു പോവുകയാണ്. സ്കൂൾ വിടുന്ന സമയത്ത് നമ്മുടെ ക്യോൻസി ആവട്ടെ ദോഹയുടെ അടുത്തേക്ക് വരുന്നുണ്ട്, കാര്യം ഒപ്പം പോകാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മുടെ ദോഹയെ പറയാണ് എനിക്കിന്ന് ക്ലബിലോട്ട് പോകണം എന്ന്. അപ്പൊ ക്യോൻസി ആവട്ടെ ഞാൻ കാത്തിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയമാണ് ദോഹയുടെ ഫ്രണ്ട് വന്ന് വിളിക്കുന്നത്. ദോഹയെ പറയുന്നുണ്ട് നീ ഒറ്റക്ക് പോയാൽ മതി. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ദോഹയുടെ അമ്മയെ തന്നെയാണ്. ഇവരുടെ പേരെന്താണെന്ന് വെച്ചാൽ ശ്യാമൻ എന്നാണ്, പക്ഷെ അത് ആൺകുട്ടികളെ പേര് പോലെ ഉണ്ടാവും, ബട്ട് ഇതിൽ അങ്ങനെയാണ് പേര്. ഈ ശ്യാമൻ അവിടെ വന്നിട്ട് കുറെ ബിയറും കള്ളൊക്കെ എടുത്ത് കൊണ്ടുപോകുന്നത് അവിടെ ഇരിക്കുന്ന ആ മുത്തശ്ശിക്ക് ഒട്ടും ഇഷ്ടമല്ല. വെറുതെ അങ്ങ് എടുത്ത് പോകുന്നതല്ല, ഇഷ്ടംപോലെ ക്യാഷ് കൊടുത്തിട്ടാണ് സാധനം എടുത്ത് കൊണ്ടുപോകുന്നത്. ഈ ശ്യാമൻ എന്ന് പറയുന്ന ഈ സ്ത്രീയെ ആർക്കും തന്നെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ക്യോൻസിയാണ്. ക്യോൻസി ആവട്ടെ സ്കൂൾ കഴിഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. ഈ സമയമാണ് ഫ്രണ്ടിലായിട്ട് ഷാൻമാൻ ആവട്ടെ കള്ള് മുടിച്ച് കിക്കായി നിൽക്കുന്ന കാണുന്നത്. ഓൺ ദ സ്പോട്ട് ക്യോൻസി ആയിട്ട് ഒളിഞ്ഞു നിൽക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ദോഹയെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരിക്കലും ഷാൻമാന്റെ കൂടെ ഒരിക്കലും കോണ്ടാക്ട് ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ ക്യോൻസി ഒളിഞ്ഞു നിന്ന കാര്യം നമ്മുടെ ഷാൻമാക്ക് എങ്ങനെയോ മനസ്സിലായിട്ടുണ്ട്. അവളോട് ഒളിഞ്ഞു നിൽക്കേണ്ട പുറത്തേക്ക് വരാൻ വേണ്ടി പറയുന്നു. അപ്പൊ നമ്മുടെ ക്യോൻസി ആയിട്ട് വേറെ വഴിയില്ലാതെ ഷാൻമാന്റെ അടുത്ത് കൂടെ പോവാണ്. പോകുന്ന സമയത്ത് ഹലോ മേഡം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഈ സമയം ഷാൻമാൻ ചോദിക്കുന്നുണ്ട് എന്റെ മോൾ എവിടെയാണ്? അപ്പൊ ക്യോൻസി പറയുന്നത് നിങ്ങളുടെ മോള് ക്ലബിലാണ്, വരാൻ വൈകും എന്ന് പറയുന്നു. അപ്പൊ ഷാൻമാൻ ആവട്ടെ നിനക്ക് എന്റെ സ്ഥലത്തോട്ട് വരണം എന്ന് ചോദിക്കുന്നു. അപ്പൊ ക്യോൻസി ആവട്ടെ ഇല്ല മേഡം എന്ന് പറയുന്നു. അപ്പൊ ഷാൻമാൻ ആയിട്ട് ഒരുമാതിരി രീതിയിൽ ഞാൻ നിന്റെ കണ്ണിൽ ചൊറിച്ചിലൊക്കെ മാറ്റി തന്നാലേ പിന്നെ എന്താ എന്റെ വീട്ടിലോട്ട് വരാൻ എത്ര മടി എന്ന് ചോദിക്കുന്നു. നമ്മുടെ ക്യോൻസി ആവട്ടെ എന്തൊക്കെയോ പറഞ്ഞ് ഒപ്പിച്ചിട്ട് അവിടെ നിന്ന് നൈസായി പോകുന്നു. പെട്ടെന്നുണ്ടോ ഒന്നുമില്ല, ഫുള്ള് കിക്കായി അവിടെ വീണതാണ്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ദോഹയാണ്. അവരവട്ടെ ലാബിൽ ഇരുന്നിട്ട് അവരുടെ ആപ്പിന്റെ പണി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ദോഹയാണ് മെയിൻ ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ബാക്കി എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം അവർ സംസാരിച്ച് നമ്മുടെ ക്യോൻസിയുടെ കാര്യത്തിലോട്ട് എത്താണ്. അതായത് മെയിൻ ആയിട്ട് ഈ പെണ്ണാണ്. ഈ പെണ്ണാവട്ടെ നമ്മുടെ ക്യോൻസിയെ കുറിച്ച് പറയുന്നു. എല്ലാ ദിവസവും ക്യോൻസി ആവട്ടെ നിന്നെ നോക്കി നിൽക്കും എന്ന് പറയുന്നു. അതായത് നമ്മുടെ ക്യോൻസി ക്രഷുള്ള ആ ചെക്കനോട് ഈ കാര്യം പറയുന്നു. അപ്പൊ ആ ചെക്കനാവട്ടെ അവള് നല്ല ലുക്കുള്ള പെണ്ണല്ല, അവള് വിഷയമില്ല എന്ന് പറയുന്നു. അപ്പൊ എടുത്തു നിൽക്കുന്ന മറ്റേ ചെക്കനാവട്ടെ പറയുന്നു നീ സൂക്ഷിച്ചു, അവളൊരു ഭയങ്കര സാധനമാണ്, അവളുടെ അമ്മയാവട്ടെ ഷാൻമാനാണെന്ന് പറയുന്നു. അതായത് സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ ദോഹയ്ക്കാവട്ടെ അവളുടെ അമ്മ ഷാൻമാനാണെന്ന് പറയാൻ നല്ല മടിയുണ്ട് സ്കൂളിൽ. കാരണം വെച്ചാൽ ഒരു വട്ട് പിടിച്ച പെണ്ണാണ്. അതുകൊണ്ട് നൈസായിട്ട് ഷാൻമാനാവട്ടെ ക്യോൻസിയുടെ അമ്മയാണ് എന്ന് നൈസായിട്ട് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ ദോഹൈ. പാവണ പെണ്ണിന്റെ തലയ്ക്ക് എന്തൊക്കെയാണോ കയറ്റിയത്. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, ഷാൻമാനാണ് ക്യോൻസിയുടെ അമ്മ എന്ന് ഇവരത്ത് മാത്രമേ പ്രചരിപ്പിച്ചുള്ളൂ, വേറെ ആർക്കും പറഞ്ഞിട്ട്. എന്നിട്ട് ആ ചെറുക്കൻ പറയാൻ തുടങ്ങി എന്റെ കസിന് അവിടെ അടുത്തുള്ള മിഡിൽ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, അവള് പറഞ്ഞതാണ് അവിടെ പഠിക്കുന്ന
നിൽക്കുന്ന ഒരു പെണ്ണ്, ആ പെണ്ണിന്റെ അമ്മയാവട്ടെ സ്വന്തം ഭർത്താവിനെ കൊന്നു എന്ന് പറയുന്നു. ആ പെണ്ണിന്റെ പേരാണ് ക്യോൻസി. അതായത് ഈ കഥയൊക്കെ നേരെ തിരിച്ചാണ്, ഈ ദോഹെറോഗിന്റെ കഥയാണ് ഇതൊക്കെ. പക്ഷെ ഇവിടെ എത്തുമ്പോൾ തല തിരിഞ്ഞാണ് ഇവള് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് ഇവർക്ക്. നമ്മുടെ ക്യോൻസി എപ്പോഴും ദോഹയുടെ കൂടെയല്ലേ നടക്കുന്നത്, അതുകൊണ്ട് എടുത്ത് നിൽക്കുന്ന ഫ്രണ്ട് ആവട്ടെ ചോദിക്കുന്നുണ്ട് ഇത് സത്യമാണോ എന്ന്. അപ്പൊ ദോഹയാവട്ടെ എനിക്ക് ഇതിലൊന്നും ശ്രദ്ധിക്കാൻ വയ്യ, ഞാൻ ഈ പ്രൊജക്റ്റിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്തോട്ടെ എന്ന് പറയുന്നു. അപ്പൊ ആ ചെക്കിന് ആപ്പിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ തുടങ്ങി. അതായത് നിന്റെ ആപ്പിൽ ഷാമനിസം ചേർത്തൂടെ, അതായത് ക്യാമറ ഓൺ ആക്കിയിട്ട് വിഷ് പറയുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്തും കൂടി കയ്യിൽ വെച്ചിട്ട് വിഷ് പറയുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ സാധിക്കും. ഇതെന്റെ കസിന് പറഞ്ഞ അറിവിലൂടെ ഞാൻ പറയുകയാണ്. ഇതങ്ങനെ വെറുതെ ചെയ്താലും പോരാ, അതിന് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം. നമുക്കിത് ക്യോൻസിനോട് ചോദിച്ചാലോ എന്ന് ദോഹെറോയിന്റെ മുഖത്തോട്ട് നോക്കി ചോദിക്കുന്നു. അപ്പൊ അവളായിട്ട് ഓൺ ദ സ്പോട്ട് അവിടെ എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, നിങ്ങൾക്ക് താല്പര്യമില്ല ഇവിടുന്ന് പോവാ, വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ഉണ്ടാക്കി പറയരുത് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവളായിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. ഇതേ സമയം നമ്മുടെ ഷാൻമാന്റെ സാധനങ്ങളുമായിട്ട് നമ്മുടെ ക്യോൻസി ആവട്ടെ അവളുടെ പെരയിലോട്ട് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഉള്ളിലോട്ട് കയറിയ ശേഷം ഷാൻമാൻ പറയാൻ തുടങ്ങി, ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ എന്റെ വീട്ടിലോട്ടൊന്ന് ആക്കി തരാൻ വേണ്ടിയിട്ട്, ഇപ്പൊ മലപ്പൂർവ്വം വരേണ്ടി വന്നില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ക്യോൻസി ചോദിക്കുന്നു ഈ സാധനങ്ങൾ ഇവിടെ വെച്ചോട്ടെ. ഷാൻമാൻ പറയുന്നു അവിടെ വെക്കല്ലേ, അതാ ആ റൂമിലോട്ട് വെച്ചോ എന്ന് പറയുന്നു. ക്യോൻസിക്ക് ആവട്ടെ അത് നോക്കിയിട്ട് എന്തൊക്കെയോ ആവുന്നുണ്ട്. അപ്പൊ ഷാൻമാൻ പറയുന്നുണ്ട് നിനക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ തോന്നിയില്ല അവിടെ എന്താ ഉള്ളത് അറിയാനായിട്ട്, നീ അവിടേക്ക് പോയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ വേറെ വഴിയില്ലാതെ ആ റൂമിലോട്ട് കയറുകയാണ് നമ്മുടെ ക്യോൻസി. അവിടെ കയറിയപ്പോണ്ടാ ഫുള്ള് ദൈവങ്ങളുടെ പ്രതിമകള്, ബുദ്ധമത, അങ്ങനെ പല പല മതങ്ങളുടെയും ദൈവങ്ങൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് ബാക്കിൽ നിന്ന് ഷാൻമ വരുന്നു. നിന്നോട് അവിടെ സാധനങ്ങൾ കൊണ്ടുവെക്കാനല്ലേ പറഞ്ഞത്, നീ എന്താ ഇവിടെ അതിശയമായി നോക്കി നിൽക്കുന്നു എന്ന് ചോദിക്കുന്നു. എന്നിട്ട് നമ്മുടെ ക്യോൻസി ആയിട്ട് ഉള്ളിലോട്ട് കയറുന്നുണ്ട്. നമ്മുടെ ഷാൻമാൻ ഉള്ളിലോട്ട് കയറുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ടാണ് കയറുന്നത്. ഇതേ സമയം ക്യോൻസി ആയിട്ട് ഒരു ഇല ആടുന്നതിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയം ബാക്കിൽ നിന്ന് ഷാൻമാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് അവിടെ നോക്കി നിൽക്കുന്ന സമയത്ത് നല്ല ആശ്വാസം ലഭിക്കുന്നുണ്ട് അല്ലേ എന്ന്. അവളാട്ടെ ശരി എന്നോളം തല ആട്ടുന്നു. ഇവരിൽ ദൈവം എന്ന് കരുതി നോക്കി നിൽക്കുന്ന ആട്ടെ ഒരു ചെറിയൊരു ഇല കിടന്ന് ആടുന്നതാണ്. അതിലോട്ട് നോക്കി നിൽക്കുന്ന സമയത്ത് അവർക്കാവട്ടെ ഒരു പ്രത്യേക ആശ്വാസം ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഷാൻമാനാവട്ടെ നേരെ ഉള്ളിലോട്ട് കയറിയിട്ട് കുറെ പഴങ്ങളും വെള്ളങ്ങളും ഒക്കെ അവരുടെ ദൈവത്തിന് മുമ്പിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ക്യോൻസി ആവട്ടെ അവിടെയുള്ള ദൈവങ്ങളെയും അതിനെയൊക്കെ നോക്കി നിൽക്കുകയാണ്. കാര്യം അവിടെയുള്ള എല്ലാം തന്നെ ക്യൂട്ടായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിൽ നിന്ന് ഷാൻമാൻ പറയുന്നുണ്ട് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തോ എന്ന്, ഇത് സമ്മാനമായിട്ട് കരുതിയാൽ മതി എന്ന് പറയും. നമ്മുടെ ക്യോൻസി ആവട്ടെ കഴുത്തിൽ തൂക്കിയിട്ട കുറച്ച് പാവകളെ കാണുന്നു, അതും മരം കൊണ്ടുണ്ടാക്കിയേ. എന്നിട്ട് അതിനെ തൊടുന്ന സമയത്ത് ബാക്കിൽ നിന്ന് ഷാൻമാൻ ചോദിക്കുന്നുണ്ട് അത് നിന്നെ ആകർഷിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ ക്യോൻസി ചോദിക്കുന്നുണ്ട് ഇതിന്റെ പേരെന്താണെന്ന്. ഷാൻമാൻ ആവട്ടെ അതിന്റെ പേരാണ് ഡിഗോർമി എന്ന് പറയുന്നു. അതിനെങ്ങനെയാണ് ആ പേര് ലഭിച്ച കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഷാൻമാൻ ആവട്ടെ അതിൽ നിന്ന് 2 എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഷാൻമാൻ പറയാൻ തുടങ്ങി പാവ ഉപയോഗിച്ചിട്ട് നിനക്ക് ആരാണോ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ മുടിയോ നഖമോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇതിന്റെ കഴുത്ത് ഭാഗത്തായിട്ട് ചുറ്റുക, എന്നിട്ടൊരു വെട്ടുനൂല് ഉപയോഗിച്ചിട്ട് ചുറ്റി പിടക്കേണ്ടതാണ്. എന്നിട്ട് ഈ പാവയ്ക്ക് കണ്ണും മൂക്കും വായും വരയ്ക്കുക, എന്നിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി എഴുതേണ്ടതാണ്. എന്നിട്ട് രക്തം ഉപയോഗിച്ചിട്ട് ഈ പാവയുടെ മേത്തേക്ക് തളിക്കുക, അത് മുഴുവനായിട്ടും റെഡ് ആവുന്നത് വരെ. രക്തം എന്ന് പറഞ്ഞപ്പോ ക്യോൻസി ആവട്ടെ ജസ്റ്റ് ഞെട്ടുന്നുണ്ട്, നിങ്ങൾ തമാശ പറയല്ലേ എന്ന് ചോദിക്കുന്നു. ഷാൻമാൻ ആവട്ടെ ഞാൻ തമാശയല്ലേ ഞാൻ കാര്യമായിട്ട് പറയാണെന്ന് പറയുന്നു. ചൂടുള്ള രക്തം തന്നെ ഒഴിക്കണം എന്ന് പറയുന്നു, അതായത് ജീവനുള്ള രക്തം. ഈ പറഞ്ഞു കൊടുക്കുന്ന അതേ സമയം നമ്മളെ ദോഹയാവട്ടെ അവരുടെ വീടിന്റെ മുന്നിലൂടെ ക്രോസ് ചെയ്യുന്നു. ആ സമയമാണ് നമ്മുടെ ഷാൻമാന്റെയും ക്യോൻസിയുടെയും ശബ്ദം കേൾക്കുന്നത്. അപ്പൊ ആ ഭാഗത്തേക്ക് നമ്മുടെ ദോഹ പോകുന്നു. ദോഹയുള്ളിലൂടെ പതുക്കെ കയറി അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഷാൻമാൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ മകളാകണോ എന്ന്. ഈ കാര്യം കേട്ട് ദേഷ്യം പിടിച്ച ദോഹയാവട്ടെ നടക്കുന്ന സമയത്ത് ആരായത് ബിയർ ബോട്ടിൽ തട്ടിയിരുന്നു. അപ്പൊ മുകളിൽ നിന്ന് ഷാൻമാൻ പറയുന്നു നിനക്ക് എന്റെ വീട്ടിലോട്ട് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന്, അല്ലാണ്ട് കളനെ പോലെ കയറി വരികയല്ല എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ദോഹയ്ക്ക് ദേഷ്യം പിടിച്ച് വിളിച്ചു പറയുന്നു സ്വന്തം ഭർത്താവിനെ കൊന്ന ആൾക്കാരെക്കാട്ടും നല്ലത് കളനാണെന്ന് പറയുന്നു. എന്നിട്ട് ദേഷ്യം പിടിച്ച് അവിടെ ഇറങ്ങി പോകുന്ന സമയത്താണ് ക്യോൻസി പുറകെ ഓടി വരുന്നത്. അപ്പൊ ദോഹ പറയുന്നു നീ പോടി പൊട്ടി, നീ എന്തിനാ എന്റെ പുറകെ നടക്കുന്നതെന്ന് പറയുന്നു. നമ്മുടെ ക്യോൻസി ആവട്ടെ ഇതൊക്കെ കേട്ട് വിഷമമായിട്ട് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ക്യോൻസി നേരെ അവരുടെ വീടുള്ള സ്ഥലം, അതായത് ആ പൊട്ടി പോയിരുന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ ദോഹ അവിടെ വന്നിട്ടില്ല. നമ്മുടെ ക്യോൻസി കിടന്നതിന് ശേഷം ആ പാവയും നോക്കി അവിടെ ഇരിക്കുകയാണ്. ഈ സമയമാണ് ദോഹയാവട്ടെ പുറത്തു നിന്ന് ഉള്ളിലോട്ട് കയറി വരുന്നത്. നമ്മുടെ ക്യോൻസി ആദ്യം തന്നെ പറയുന്നത് എന്നോട് ക്ഷമിക്കുകയും അവളാവട്ടെ അതൊട്ട് മെയിൻഡ് ആക്കുന്ന പോലില്ല. എന്നിട്ട് ദോഹയായിട്ട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ജന്മദിനം എഴുതിയിട്ട് ആഗ്രഹം സാധിക്കുന്ന ആ കാര്യം സത്യമാണെന്ന് ചോദിക്കും. എന്നിട്ട് ഒരു പേപ്പറിലെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി കൊണ്ട് അവരുടെ വിഷമങ്ങളെല്ലാം പറയുന്നു. അമ്മ കള്ളു കുടിക്കുന്നതും അച്ഛനെ കൊന്നതും എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ടാവട്ടെ അവർ മരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അതാണ് എന്റെ ആഗ്രഹം എന്നും കൂടി പറയുന്നുണ്ട്. എന്നിട്ട് ക്യോൻസി എടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്ന്. അപ്പോൾ അവളാവട്ടെ ഇല്ല എന്ന് പറയും. ഒന്നും കൂടി ചോദിക്കുന്ന സമയത്ത് അവളാവട്ടെ ഒരു കാര്യം പറയുന്നുണ്ട്, നീ എന്റെ ക്ഷമ ഒന്ന് സ്വീകരിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ദോഹയെ പറയുന്നുണ്ട് അതൊന്നുമല്ല, നീ കുറെ കാലമായിട്ട് മനസ്സിലാക്കുന്ന ആഗ്രഹമില്ലേ, അതാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ അവളാവട്ടെ ഭയങ്കര പേടിയോടെ പറയുന്നുണ്ട് എനിക്ക് ആ മറ്റേ ക്രഷ് അടിക്കുന്ന ചെക്കല്ലേ ആ ചെക്കനെ ഇഷ്ടമാണ് എന്ന്. നീ സത്യം പറ. എന്നാ ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, നിന്റെ ആഗ്രഹം ഉണ്ട് നടത്താം. എങ്ങനെ? എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ ക്രഷിനെ എനിക്ക് സെറ്റാവണം.
എടി പൊട്ടി, ഇങ്ങനെയല്ല പറയേണ്ടത്. നീ ഭയങ്കര ഗൗരവമായി കാര്യം ഏറ്റെടുത്ത് പറയാം. അത് ഞാൻ എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം. എനിക്ക് എന്റെ കൃഷ്ണനെ ഇഷ്ടമാണ്, ഇങ്ങനെയാണ് പറയുന്നത്. ക്യോൻസി ആവട്ടെ അത് ഈ സമയത്ത് ഇങ്ങനെ പറയാനോ അത് എന്നൊക്കെ പറയുന്നു. വേറെ വഴി ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ക്യോൻസി ആവട്ടെ അവർ പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം പറയുന്നു. അതായത് ഇങ്ങനെ, എന്റെ കൃഷി എന്നെ സ്നേഹിച്ചാലും പ്ലീസ് ഈ കാര്യം നടത്തി തരൂ, അങ്ങനെയാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ദോഹയുടെ ആപ്പിലാണ്. അതായത് അവളുടെ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് തയ്യാറാക്കിയ ആപ്പില്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ കിടക്കുകയാണ്. ഇവിടെയും ശ്രദ്ധിക്കണം, നമ്മുടെ ക്യോൻസിയുടെ സ്ഥലമാണിത്. അതായത് ക്യോൻസിക്ക് അച്ഛനും അമ്മയോ ഒന്നുമില്ല, അതുകൊണ്ട് ഇവിടെ ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇവർ കിടക്കുന്ന സമയത്താവട്ടെ നമ്മുടെ ദോഹ ചോദിക്കുന്നുണ്ട്, നിനക്ക് ആളുകൾക്ക് എന്റെ അമ്മയെ എന്താണ് ഇഷ്ടമില്ലാത്തത് എന്ന്. അവർ കുറെ കാര്യങ്ങളൊക്കെ രഹസ്യമായി വെക്കുന്നുണ്ട്. ആര് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് എന്റെ വീടാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ട് മിണ്ടാതെ നിൽക്കുകയാണ് ക്യോൻസി. എന്നിട്ട് ക്യോൻസി പറയാൻ തുടങ്ങി, ഞാൻ നിനക്ക് വാഗ്ദാനം ചെയ്തതല്ലേ, ഞാൻ ഇനി ഒരിക്കലും നിന്റെ ആ രഹസ്യം പറയില്ല. ഈ സമയം ദോഹയാവട്ടെ അവള് വിഷ് ചെയ്ത വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുന്നു. ഇതും തമാശയല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ക്യോൻസി ആവട്ടെ അത് ഇപ്പൊ തന്നെ ഡിലീറ്റ് ആക്കി പറഞ്ഞിട്ട് ഫോൺ തട്ടിപ്പറിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ദോഹയാവട്ടെ ഞാൻ ഇതൊരിക്കലും കളയില്ല പറഞ്ഞിട്ട് ഫോൺ എടുത്ത് മാറ്റി വെക്കുകയാണ്. അങ്ങനെ ആ തർക്കം കഴിഞ്ഞിട്ട് അവരവിടെ കിടന്നുറങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇവർ ബസ്സിൽ പോയോണ്ടിരിക്കുകയാണ്. ആ സമയം ക്യോൻസി ചോദിക്കുന്നുണ്ട്, നീ ഉണ്ടാക്കിയ ആപ്പിന്റെ പേരാണ് ഗിരിഗോ? നീ ഉണ്ടാക്കിയതല്ലേ, അതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ ഫസ്റ്റ് അടിക്കാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നു. പിന്നെ പറയുന്നു, ഇന്നലെ ആ വിഷ് പറഞ്ഞതിന് ശേഷം ഒരു സമാധാനം ഉണ്ട്, എന്തായാലും നിന്റെ ആപ്പിന്റെ കോൺസെപ്റ്റ് കൊള്ളാം, ഈ വിഷ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടും. ആ സമയം ദോഹയി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, നമ്മളെ രഹസ്യമായി തന്നെ വെക്കണമെന്ന്. പക്ഷെ നമുക്കറിയാലോ ഈ ചെറ്റ് എന്താ കാട്ടിയെന്ന്. അന്ന് സ്കൂളിൽ വെച്ചിട്ട് നമ്മുടെ ക്യോൻസി ആവട്ടെ ഒരു ലോഗോ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. ആ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പിന് മാച്ച് ആയിട്ടുള്ള ഒരു ലോഗോയാണ്. അത് നേരെ ഫോട്ടോ എടുത്തിട്ട് ദോഹയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇന്റർവെല്ലിന്റെ സമയത്ത് ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാണ് നമ്മുടെ ക്യോൻസി. ആ സമയം സ്റ്റെപ്പിന്റെ ആ ഭാഗത്തായിട്ട് അവളുടെ ക്രഷിനെ കാണുന്നുണ്ട്. അവളാവട്ടെ ഇന്നലെ നടന്ന വിഷയത്തെ നടന്നു നോക്കാൻ വേണ്ടിട്ട് അവിടേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ തിരിഞ്ഞ് നോക്കിയ പാടെ പേടിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. ഈ സമയമാണ് നമ്മുടെ ദോഹ ഇറങ്ങി വരുന്നത്. ദോഹ ആ കാര്യം കാണുന്നു. അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ ഒരുമിച്ചാണ് പോകുന്നത്. ആ സമയം ക്യോൻസി പറയുന്നുണ്ട്, ശരിക്കും അവരെ സാധിച്ചെന്ന് തോന്നുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു ഐ കോണ്ടാക്ട് ഇല്ല. ഞാൻ പറഞ്ഞില്ല അത് പ്രവർത്തിക്കുന്നു, നിനക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമാണോ? അപ്പൊ അവളാവട്ടെ എനിക്കറിയില്ല എന്ന് പറയുന്നു. ഈ സമയം നമ്മുടെ ഷാൻമാനാവട്ടെ കഴിഞ്ഞ പ്രാവശ്യം മദ്യം വാങ്ങിയ കടയിൽ നിന്ന് ആ വയസ്സായ സ്ത്രീയുമായിട്ട് വഴക്കിടുകയാണ്. കാരണം വെച്ചാൽ ആ വയസ്സായ സ്ത്രീ മദ്യം കുടിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഷാൻമാനാവട്ടെ അത് കിട്ടിയേ പറ്റൂ, എത്ര പൈസ വേണേലും തരാമെന്ന് പറയുന്നൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ദോഹയാവട്ടെ ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ക്യോൻസി ആവട്ടെ അവളുടെ ആ തട്ടിക്കൂട്ടി പെരയിലാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ദോഹയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, നീ എപ്പോഴാ വരിക എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ദോഹനെ കാണിക്കുന്ന സമയത്ത് ദോഹയാവട്ടെ ആ ഷാൻമാന്റെ വീടിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. ഈ സമയം ക്യോൻസി അയച്ച മെസ്സേജും കാണുന്നുണ്ട്. എന്നിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ നിൽക്കുന്ന സമയത്ത് ഷാൻമാൻ കൃത്യം അവിടെ എത്തുന്നു. അവളാവട്ടെ മെയിൻ്റെ ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഷാൻമാൻ ബാക്കിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിന്റെ ഫ്രണ്ട് വരെ എന്റെ അടുത്ത് നല്ല രീതിക്ക് പെരുമാറുന്നുണ്ട്, പക്ഷെ അതിന്റെ അത്ര പോലും നീ എന്റെ അടുത്ത് പെരുമാറുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ദോഹയാവട്ടെ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ദോഹയാവട്ടെ ഗേറ്റിന്റെ പുറത്ത് വെച്ചിട്ടാണ് നമ്മുടെ ക്യോൻസിക്ക് മെസ്സേജ് അയക്കുന്നത്, നീ പറയുകയോ ഇന്ന് ഞാനില്ല, നമുക്ക് നാളെ കാണാം എന്നാണ് മെസ്സേജ്. ഈ മെസ്സേജ് നമ്മുടെ ക്യോൻസി ആവട്ടെ കണ്ടതിന് ശേഷം ഉറങ്ങാനായി പോവുകയാണ്. പോകുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ വരച്ചത് ചുമരിൽ ഒട്ടിക്കുന്നുണ്ട്. ആ ഫോട്ടോ ആവട്ടെ ദോഹയുടെയാണ്. കാര്യം ക്യോൻസിക്ക് ദോഹയെ വളരെ കാര്യമാണ്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് ഷാൻമാനാണ്. ഷാൻമാനാവട്ടെ വീട്ടിൽ വന്നു നോക്കുന്ന സമയത്ത് അവർ ദൈവങ്ങളെ വെച്ചിരിക്കുന്ന റൂം ആവട്ടെ ഫുള്ള് ചോര കൊണ്ട് കുളിച്ചിരിക്കുകയാണ്. അങ്ങനെ നേരെ ആ റൂമിലോട്ട് കയറി നോക്കുമ്പോൾ അവിടുത്തെ ബിംബങ്ങളെ എല്ലാം തല്ലി ഒടിച്ച് മുഴുവനായിട്ട് ചോരക്കളിയാണ് അവിടെ. അതേസമയം ആ സ്ഥലത്തായിട്ട് ഒരുമാതിരി വിയേർഡായിട്ട് ലൈറ്റ് ഒക്കെ മിന്നി കളിക്കുന്നു. നമ്മുടെ ഷാൻമാനാവട്ടെ അവളുടെ കോട്ട് ഉപയോഗിച്ചിട്ട് ആ ചോര മുഴുവനും ക്ലീൻ ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സമയം ഒരു ഭാഗത്തു നിന്ന് നല്ല രീതിക്ക് സൗണ്ട് കേൾക്കുന്നു. ആ ഭാഗത്തേക്ക് പോയി തുറക്കുമ്പോണ്ടാ 2-3 കാക്കകളൊക്കെ വന്നിട്ട് ആ ജനൽ കൊത്തി പൊളിച്ച് ഉള്ളിലോട്ട് കയറാൻ ശ്രമിക്കുകയാണ്. അത് നമ്മുടെ ഷാൻമാനെ ആക്രമിക്കാൻ വേണ്ടി. ഇതേ സമയം നമ്മുടെ ദോഹയാവട്ടെ വേറൊരു സ്ഥലത്ത് റൂം എടുത്ത് നിൽക്കുകയാണ്. അവളാവട്ടെ കയ്യിലെ ബ്ലഡ് ഒക്കെ തുടച്ച് കളയുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ തല്ലിയെടുക്കുന്ന സമയത്ത് കയ്യിലോട്ട് മുറിയൊക്കെ ആയിട്ട് ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഇവളാണ് അതൊക്കെ തല്ലിയൊടിച്ചത്. മാത്രമല്ല ഇവള് നിൽക്കുന്ന ആ റൂമിലോട്ടാവട്ടെ പഴുതാരകളെ ഇഴഞ്ഞു വരുന്നുണ്ട്. അതും 1-2 അല്ല, ഇഷ്ടം പോലെ ഉണ്ട്. ഇതേ സമയം ഷാൻമാനെ അടിക്കുകയാണെങ്കിൽ ഷാൻമാൻ പ്രാർത്ഥിക്കുകയാണ്. അതായത് അവളുടെ മകളാണ് ഇത് ചെയ്തറിയാം, മകളെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താട്ടെ മൂക്കിൽ നിന്ന് ചോരയൊക്കെ വരുന്നുണ്ട്. ഇത് എന്തോ അധികം ശാപം ലഭിച്ചിരിക്കുകയാണ്. ഷാൻമാനാവട്ടെ താഴോട്ട് വന്നിട്ട് തന്റെ മകളുടെ മുടി കിട്ടുമെന്ന് നോക്കുകയാണ്. അവസാനം ഒരു ചെറിയൊരു മുടി കിട്ടുകയാണ്. എന്നിട്ടാവട്ടെ നേരെ പോയിട്ട് അവളുടെ യൂണിഫോമും കൂടി എടുക്കുന്നുണ്ട്. എന്നിട്ട് മുകളിലോട്ട് പോയിട്ട് ദൈവങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അവൾ മണ്ടി ആയതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് കുറെ ദൈവങ്ങളെ വട്ടത്തിലൊക്കെ വെച്ചിട്ട് എന്തൊക്കെ ആചാരക്രമങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതേ സമയം ദോഹയുടെ ബാക്കിലാവട്ടെ ഇഷ്ടം പോലെ പൈതാരകളെ എഴഞ്ഞു വരുന്നുണ്ട്. അവളാവട്ടെ ആപ്പ് ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ഷാൻമാനാവട്ടെ സ്വന്തം ജീവൻ രക്ഷിക്കുന്നതിന് പകരം തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാനാണ് നോക്കുന്നത്. കരഞ്ഞ് പറയുന്നുണ്ട് തന്റെ മകളൊന്നും കാട്ടരുത് എന്ന്. എന്നിട്ട് ഒരു പേപ്പറിൽ ഒരു നോട്ടും കൂടി എഴുതുന്നുണ്ട്. ഒരു ശാപക്രമങ്ങളുടെ ഒരു നോട്ടാണത്. എന്നിട്ട് താഴോട്ട് വന്നിട്ട് മുകളിലോട്ട് കയറാനുള്ള മുറിയാവട്ടെ തന്റെ ബ്ലഡ് ഉപയോഗിച്ചിട്ടുള്ള ആ പേപ്പർ അത് ഉപയോഗിച്ചിട്ട് ചുറ്റും ആ വാതിലെ മൂടുന്നുണ്ട്. അങ്ങനെ ആ കാര്യം ചെയ്തത് കൊണ്ട് തന്നെ പഴുതാരകളിൽ തിരിച്ചു പോവുകയാണ്. നിങ്ങൾക്കിത് കണ്ടാൽ
മനസ്സിലാവും ആയിരക്കണക്കിന് പഴുതാരകളാണ് ഈ വന്നു പോയത്. പിറ്റേ ദിവസം ഷാൻമാന്റെ വീടിന്റെ മുമ്പിലൂടെ നമ്മുടെ ക്യോൻസി ക്രോസ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ആ വീട് മുഴുവൻ കാക്കകളാൽ ചുറ്റിയിരിക്കുകയാണ്. അവളാവട്ടെ ഇതെന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഉള്ളിലോട്ട് പ്രവേശിക്കുന്നു. അങ്ങനെ പതിയെ ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ഷാൻമാനാവട്ടെ ആ വീടിന്റെ പുറകിലായിട്ട് ദോഹയുടെ യൂണിഫോം ആയിട്ട് കുഴിച്ചിടുകയാണ്. അതായത് ആ ശാപക്രമങ്ങൾ ചെയ്ത ആ യൂണിഫോം. കാര്യം സ്വന്തം മകളെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നോക്കുന്നത്. ഇതേ സമയം ക്യോൻസിയുടെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ രൂപം കണ്ടിട്ട് നമ്മുടെ ക്യോൻസി അവിടെ ഞെട്ടി പേടിച്ച് പോകുന്നു. നമ്മുടെ ഷാൻമാൻ ഓടി വന്നിട്ട് അവളെ പിടിച്ചിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഈ ഒരു പേപ്പർ ദോഹയുടെ ബാഗിലോട്ട് വെക്കണം, ഇല്ലെങ്കിൽ അവൾ വളരെ ഒരു അപകടത്തിൽ പെടും എന്ന് പറയുന്നു. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, നീ എന്റെ മകളെ രക്ഷിക്കണമെന്ന്. എനിക്ക് എന്റെ ഭർത്താവിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, ഇനി എന്റെ മകളെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് അവിടെ കരയുകയാണ്. ഈ സമയം ക്യോൻസി ചോദിക്കുന്നുണ്ട്, ആശുപത്രിയിലോട്ട് പോയാലോ? അപ്പോൾ ഷാൻമാൻ പറയുന്നു, ഹോസ്പിറ്റലൊന്നും പോയിട്ട് കാര്യമില്ല, എനിക്ക് എന്നെ സംരക്ഷിക്കാൻ അറിയാം, നീ നേരെ ദോഹയുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് അവളാവട്ടെ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ക്യോൻസി ആവട്ടെ സ്കൂളിലോട്ട് എത്തിയതിനു ശേഷം നമ്മുടെ ദോഹയുടെ പറയുന്നുണ്ട്, എന്റെ സ്ഥലത്ത് ഇപ്പൊ ദോഹയാവട്ടെ എന്തെന്ന് ചോദിക്കുന്നു. എന്നിട്ട് അത് ഫുള്ള് പറയാൻ തുടങ്ങിയതിന് മുമ്പ് എന്നെ സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. എടുത്തു നിൽക്കുന്ന ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് അവൾക്ക് എന്ത് പറ്റിയത്. അവളായിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ബാഗിന്റെ അടുത്തേക്ക് പോവുകയാണ്. അവൾക്ക് നല്ല പേടിയുണ്ട്. കാര്യം വെച്ചാൽ ദോഹയ്ക്ക് ഇങ്ങനത്തെ ഒരു കാര്യത്തിനും താല്പര്യമില്ല, ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ഒട്ടും ഇഷ്ടമില്ല. ക്യോൻസി ആ ബാഗിന്റെ അടുത്ത് എത്തുന്ന അതേ സമയമാണ് നമ്മുടെ ദോഹൈ താഴ്ന്നു നിന്ന് മേലോട്ട് കയറി വരുന്നത്. അങ്ങനെ അവൾ ആ കാര്യം ചെയ്യുന്നത് നമ്മുടെ ദോഹൈ കാണുന്നുണ്ട്. ദോഹ എടുത്തൊന്ന് നോക്കുമ്പോണ്ടാ ആ ചോര പിടിച്ച പേപ്പർ. അവളാവട്ടെ ദേഷ്യത്തോടെ ക്യോൻസിയെ നോക്കുന്നുണ്ട്. നമ്മുടെ ക്യോൻസി ആവട്ടെ, അത് നിന്റെ അമ്മ ഇന്ന് രാവിലെ. സത്യം പറയാതെ ഈ സീൻ കണ്ടിട്ട് എനിക്ക് നല്ല ഭാവം തോന്നിയിട്ടുണ്ട്. കഴിച്ച ഒരു ആവശ്യമില്ലാണ്ടാണ് ഇപ്പൊ മോഹത്തേക്ക് അടിച്ചത്. കാര്യം അമ്മ പറഞ്ഞിട്ട് രക്ഷിക്കാൻ വേണ്ടിയാണ് ആ പേപ്പർ അവിടെ കൊണ്ടുപോയി വെച്ചത്. പക്ഷെ അവളാവട്ടെ ഒന്നും നോക്കാതെ ഇവളുടെ മുഖത്തേക്ക് അടിച്ചു. എന്നിട്ട് അവൾ വെക്കാൻ വെച്ച ആ പേപ്പർ ആവട്ടെ പിച്ച് ചീന്തി അവളുടെ മുഖത്തേക്ക് തന്നെ എറിയുകയാണ്. ഈ കാര്യങ്ങളൊക്കെ എടുത്തു നിൽക്കുന്ന ഫ്രണ്ട് കാണുന്നുണ്ട്. എന്നിട്ട് അവളാവട്ടെ ഫേസ് വാഷ് ചെയ്യുന്ന സമയത്തായിട്ട് ഒരു കാര്യം ചിന്തിക്കുന്നുണ്ട്. കാര്യം ഫ്രണ്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ടും ബാക്കിയുള്ളടുത്ത് എല്ലായിടത്തും പറയുന്നു ആ ഉറപ്പേന്ന്. അങ്ങനെ അവള് ക്ലബിൽ വന്ന് നോക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ട് ആവട്ടെ ഈ കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പറയുന്നുണ്ട്. എല്ലാരും മീൻസ് അവളുടെ ഫ്രണ്ട്സിന്. എന്നിട്ട് ആ മറ്റേ ചെക്കനാവട്ടെ അപ്പോഴും ടോപ്പ്. ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ ഷാമനസ്യത്തിന്റെ കുഴപ്പമാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കേട്ട് പുറത്ത് നിൽക്കുകയാണ് ദോഹ. അവര് ചോദിക്കുന്നുണ്ട് അവൾ എന്താ പറഞ്ഞതെന്ന്. ആ പറഞ്ഞ കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ ദോഹറു ആട്ടെ വാതിൽ തുറന്ന് ദേഷ്യം വിളിച്ചിലോട്ട് കയറി വരികയാണ്. എന്നിട്ട് അവളാവട്ടെ അവളുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട് ഇത് വന്ന് ടെസ്റ്റ് ചെയ്തോളൂ, ഇതാണ് ആപ്പ് റെഡി ആയെന്ന് പറയുന്നു. ആ ആപ്പിന്റെ സിമ്പിൾ നോക്കി കഴിഞ്ഞാല് അത് നമ്മുടെ ക്യോൻസി കൊടുത്ത ഡിസൈൻ ആണ്. അങ്ങനെ അവരാവട്ടെ അതിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാവട്ടെ ദോഹ തിരിഞ്ഞോണ്ട് പറയുന്നുണ്ട്, നിങ്ങളൊരു മാങ്ങാത്തുലി ചെയ്തില്ലല്ലോ, ഞാനല്ലേ ഇതൊക്കെ ചെയ്തത്. എന്നിട്ട് ദോഹ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരെന്തൊക്കെയാണ് ചെയ്തതെന്ന് അവരുടെ മുഖത്ത് നോക്കി തന്നെ പറയും. നമ്മുടെ ക്യോൻസി ക്രഷുള്ള ചെക്കനെ മുഖത്ത് നോക്കി പറയുന്നുണ്ട്, നീ ഒന്നും ചെയ്തില്ല, പക്ഷെ എനിക്കൊരു കാര്യം നീ ഇപ്പൊ ചെയ്തു തരണം. ഇതേ സമയം സീങ്ങട്ടായി ഷാൻമാനെ കാണിക്കുകയാണെങ്കിൽ ഷാൻമാനാവട്ടെ ഇല്ലാതായേക്കാണ്. അതായത് അത്രയും വലിയ ശാപമാണ് ഷാൻമാനെ കിട്ടിയിരിക്കുന്നത്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ദോഹയാണ്. ദോഹയാവട്ടെ ക്ലാസ്സിലോട്ട് കയറി വരികയാണ്. ഇതേ സമയം ക്യോൻസി ആവട്ടെ അവൾ തല്ലിയ വിഷമത്തില് കരഞ്ഞിട്ട് അവിടെ കിടക്കുകയാണ്. ഇതേ സമയം അവളുടെ ബാക്കിൽ ബെഞ്ചിരിക്കുന്ന ആളത്ത് പോയിട്ട് നമ്മുടെ ദോഹ പറയുന്നുണ്ട്, നിങ്ങൾ ഗിരിഗു എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതായത് ആഗ്രഹം പറഞ്ഞാൽ സാധിക്കുന്ന ഒരു ആപ്പ്. ഈ കാര്യം കേട്ടപാടെ നമ്മുടെ ക്യോൻസി ആവട്ടെ എഴുന്നേക്കുന്നുണ്ട്. പെട്ടെന്നുണ്ടോ അവിടെ ടിവിയിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നു. ആ വീഡിയോ ആവട്ടെ നമ്മുടെ ക്യോൻസിയുടെ വിഷ് ആയിരുന്നു. അതായത് ആ ചെക്കനെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആ വിഷ് അത് ആ ടിവിയില് എല്ലാവരുടെയും മുമ്പിൽ വരികയാണ്. എല്ലാരും അത് നോക്കി ക്യോൻസിയെ നല്ല രീതിയിൽ കളിയാക്കുന്നുണ്ട്. സത്യം പറയാലോ ഇവളെ കണ്ടിട്ട് എനിക്ക് നല്ല രീതിക്ക് പാവം തോന്നുന്നുണ്ട്. ഇത്രക്ക് പാവമായിട്ടുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ദോഹയുടെ പണിയാണ്. ക്ലാസ്സിലെ എല്ലാവരും ആ വരുന്ന വീഡിയോ ആവട്ടെ റെക്കോർഡ് വരെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ക്ലാസ് ഗ്രൂപ്പിൽ വരെ ഇവിടെ ആ വീഡിയോ ഇടുന്നുണ്ട്. ഈ സമയം നമ്മുടെ ക്യോൻസിയുടെ ഫേസ് നോക്കുമ്പോൾ സത്യം പറഞ്ഞ ഗൈസ് എനിക്ക് എന്തോ പോലെയായി. ഈ സമയമാണ് അവളുടെ ക്രഷ് അവിടേക്ക് വരുന്നത്, അതായത് ആ ചെക്കന്. എന്നിട്ട് അവളെ വിളിക്കുന്നുണ്ട്, ഹേയ് ഷാമിനിസം, നീ ശരിക്കും ആ ഭ്രാന്തമായ സ്ത്രീയുടെ മകളല്ലേ? ആ വിഡ്ഢിത്തരൊക്കെ എങ്ങനെ വിശ്വസിക്കും? എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഹേയ് നിനക്കത് ബുദ്ധിയില്ലേ? എന്ത് മനുഷ്യനാണ് നീ? എന്നിട്ട് അവളാട്ടെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ചെക്കൻ പറയുന്നുണ്ട്, നിന്നെ കാലിലെ സ്നേഹിക്കും ഒരു ഭ്രാന്തമായ സ്ത്രീ എന്ന് പറഞ്ഞിട്ട്, അതും എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട്. അവർക്ക് ദേഷ്യം പിടിച്ച് തിരിച്ചെന്നിൽ കാട്ടുന്ന സമയത്താവട്ടെ നീ പോയി മരിക്കുക എന്ന് പറഞ്ഞിട്ട് ബെഞ്ചിലോട്ട് ഒരൊറ്റടി, അതും ദോഹയുടെ ഫ്രണ്ടിൽ വെച്ചിട്ട്. ദോഹ ഇതും കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. കാര്യം അവളെ തല്ലുന്നത് പോലും ദോഹയുടെ പ്ലാൻ. ക്യോൻസി ആ ചെക്കന്റെ മേത്തേക്ക് തല്ലാൻ വേണ്ടി പോയല്ലോ, ആ സമയം അവന്റെ ടാഗ് ആണ് എടുത്തത്, അതായത് അവന്റെ നെയിം ടാഗ് ആണ് എടുത്തത്. എന്നിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ആ ഷാൻമാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കും. എന്നിട്ട് 2 പാവകൾ എടുത്തിട്ട് അതില് ഒന്നിലാവട്ടെ ആ ചെറുക്കന്റെ നെയിം ടാഗും
ഒന്നില് ദോഹയുടെ മുടിയുമാണ് വെക്കുന്നത്. അവൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത്രക്കും പ്രതികാര ദേഷ്യമുള്ളത് കൊണ്ടാണ്. കാര്യം രഹസ്യമാക്കി വെക്കാൻ വെച്ച കാര്യം അത് ഇവളുടെ മേത്തേക്ക് തന്നെ ഉപയോഗിച്ചു. മാത്രമല്ല ഷാൻമാനി ഇവളുടെ അമ്മയാണെന്ന പേരിലാണ് അവിടെ പ്രചരിപ്പിച്ചതും. എന്നിട്ട് ആ പാവയ്ക്ക് കണ്ണും മൂക്കുകളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയമാണ് കൈ മുറിയാവുന്നത്. അപ്പോഴാണ് ഷാൻമാൻ പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നത്, ചോര കൊണ്ട് അതിൽ തളിക്കണം. പിന്നെ കാണാൻ പോകുന്ന സീന് നമ്മൾ ഈ ഫിഷസ് കുഡ് കിൽ എന്ന് പറയുന്ന ഈ സീരീസിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ടൊരു കാര്യമാണ്. അതായത് ചുമരിലായിട്ട് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുന്നു. എന്നിട്ട് ദോഹ ഉണ്ടാക്കിയ ഗിരിഗോ എന്ന് പറയുന്ന ആപ്പിലെ റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കുന്നു. ആ സമയമാണ് മുമ്പത്തെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നമ്മുടെ ഷാൻമാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഇത് എന്തിലോട്ടാണ് ബന്ധിപ്പിക്കുന്നത്, അതിലോട്ട് നോക്കിയതിന് ശേഷം നിന്റെ ആഗ്രഹം മുഴുവൻ പറയാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ക്യോൻസ്യും ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് ഇത്രയും ഉണ്ടായ നാണക്കേടും എല്ലാം പറയുന്നുണ്ട്. എന്നിട്ടൊരു സൈക്കോപാത്തിനെ പോലെ എന്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും മരിക്കാനായി. എന്നിട്ടൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ട് കഴുത്താവട്ടെ മുറിച്ച് മരിക്കുന്ന അവിടെ. പിന്നെ സീനട്ടായി കാണിക്കുന്നത് അതായത് ക്യോൻസിനെ ക്രഷ് അടിച്ച ആ ചെക്കനെയാണ്. അവനാവട്ടെ ദോഹയെ വിളിച്ചുകൊണ്ട് ഓടിപ്പോയാണ്. ഫോണിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എടി ദോഹ വീഡിയോ കണ്ടോ, വീഡിയോ ഫുള്ള് വൈറലാണ്. കാര്യം ഗിരിഗോ എന്ന് പറയുന്ന ആപ്പ് അത് വേഗത്തിൽ വൈറലായോണ്ടിരിക്കുകയാണ്. ആ ആപ്പിൽ കാണുന്ന എല്ലാം ഇവളുടെ മരണമാണ്. അതും ആ ഗിരിഗോ എന്ന് പറയില്ല, ആ വീഡിയോ മാത്രമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ വീഡിയോ വൈറലായിക്കൊണ്ടിരിക്കുന്ന സിസ്റ്റം ആവട്ടെ സ്കൂളിലാണ്. സ്കൂളിൽ വെച്ചല്ലേ ആ ആപ്പ് ഉണ്ടാക്കി. ദോഹയാവട്ടെ സ്കൂളിലോട്ട് വന്നിട്ട് ലാപ്ടോപ്പ് എടുത്ത് ആക്സസ് ചെയ്യുന്ന സമയത്ത് അത് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് വീഡിയോ മൊത്തം എറർ ആണെന്നാണ് കാണിക്കുന്നത്. പിന്നെ അവളൊന്നും നോക്കാതെ സർവർ റൂം ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ ഒരുവിധപ്പെട്ട എല്ലാ സെർവറും ഓഫ് ചെയ്യുന്നുണ്ട്. ബട്ട് ദ മെയിൻ സെർവർ മാത്രം ഓഫ് ചെയ്യാൻ കഴിയുന്നില്ല. അവള് പിന്നെ ഒന്നും നോക്കാതെ ആ സെർവർ നിൽക്കുന്ന ആ സ്ഥലമാവട്ടെ പൊളിക്കുന്നുണ്ട്. ആ സമയം അവിടുത്തെ TV സ്ക്രീൻ മൊത്തത്തിൽ നമ്മുടെ ക്യോൻസിയെ കാണിക്കും. ക്യോൻസി ആയിട്ട് ഒരു ഭ്രാന്തിയെ പോലെ, അതെ നിങ്ങൾ പറഞ്ഞതുപോലെ ആഗ്രഹം സാധിക്കും. എന്റെ ആഗ്രഹമാണ് നിങ്ങൾ എല്ലാവരും മരിക്കുക. ഇതേ സമയം ക്യോൻസി ക്രഷിൽ ആ ചെക്കനാവട്ടെ ഓടുന്ന വഴി പെട്ടെന്നുണ്ട് വീഴുന്നു. നമ്മൾ ദോഹയെ കാണിക്കുമ്പോ ആ ടിവിയിലാവട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും മരിക്കാൻ. പെട്ടെന്ന് സീകട്ടെ ആ ചെറുക്കനെ കാണിക്കുകയാണ്. അവനാവട്ടെ സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് എണീക്കുന്നു. എന്നിട്ട് TV സ്ക്രീനിൽ എന്താണോ ക്യോൻസി ചെയ്യുന്നത് അതേപോലെ തന്നെ ആ ചെറുക്കനും കഴുത്ത് മുറിച്ചവിടെ മരിക്കുകയാണ്. ഇതേ സമയം ദോഹയെ കാണിക്കുമ്പോ നിനക്ക് എങ്ങനെ ഇത് എന്നോട് ചെയ്യാൻ സാധിക്കും? പിന്നെ ഒന്നും നോക്കാതെ അവളുടെ അറിവല്ലാതെ കഴുത്തിനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് മാക്സിമം അത് തടയാൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് മാറ്റിയത് കൊണ്ട് തന്നെ മുഖത്തേ കൂടെ അത് മുറിയാവുന്നു. പക്ഷെ കഴുത്ത് പകുതിയോളം മുറിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് അവിടുത്തെ TV ഒക്കെ ഓഫ് ആവുന്നു. നമ്മുടെ ക്യോൻസി ആവട്ടെ പെട്ടെന്ന് അവളുടെ മുമ്പിലോട്ട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞും ദോഹ അവിടെ മരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ആ ഗിരോ ആപ്പിൽ എന്തോ വിഷ് ചെയ്തിട്ടുണ്ട്. ആ വിഷ് ചിലപ്പോൾ ക്യോൻസിയുടെ വിഷ് ഇതിൽ കാണിക്കുന്നതാവാം. ചിലപ്പോ ദോഹ അവിടെ നിന്ന് വിഷ് ചെയ്തിട്ടുണ്ടായി. അധികം വൈകാതെ നമ്മുടെ ദോഹ അവിടെ മരിക്കും. ഇതേ സമയം ക്യോൻസി വിഷ് ചെയ്ത മൊബൈലിലാവട്ടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്ന് മെസ്സേജ് വരികയാണ്.